ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ വി ശിവൻകുട്ടി, നോക്കൂ, അസാധാരണമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം, അത് നമ്മൾ ഇതിനു മുൻപും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ആ പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ വിളിക്കൂ, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്നൊക്കെ പറഞ്ഞ് ഗവർണർ അവിടെ കുത്തിയിരിക്കുകയാണ്. മിനിസ്റ്റർ, ഇതൊരു അസാധാരണമായ സംഭവമാണ്. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിലമേൽ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിന്റെ പദവി പൂർണ്ണമായി മറന്നുകൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാള് ഒരിക്കലും ഇത്തരം രൂപത്തിൽ പെരുമാറാൻ വേണ്ടി പാടില്ല. അദ്ദേഹം ആരെയാണ് വെല്ലുവിളിക്കുന്നത്? അയാളെന്തോ കേരളീയ സമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി കൊണ്ടൊന്നും കേരള സമൂഹം അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ്. പിന്നെ സമരം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെയും സാധാരണഗതിയിൽ സമരം ഉണ്ടാവാറുണ്ട്. അതിന്റെ അത്രമാത്രമേ ഈ കാര്യത്തിൽ ഉള്ളൂ. അത് സമരം ചെയ്യുന്നവരെ താൻ നേരിടും എന്നുള്ള നിലയിൽ ഒരു അസാധാരണമായ ഒരു ഷോ കാണിക്കലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ കണ്ടു, ഇത് തിരുവനന്തപുരത്ത് ഇതേ സമാനമായ രീതിയിൽ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതൊക്കെ കണ്ടതാണ്. പക്ഷെ ഇതിപ്പം അതും ഒരു പടി അങ്ങോട്ട് പോയിട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ വിഷയത്തിലേക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെ, അദ്ദേഹം കുറച്ചു നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമൊക്കെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേപോലൊരു ഗവർണർ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഒരു വർഷത്തിൽ ഏതാണ്ട് 75% ദിവസങ്ങളും അദ്ദേഹം കേരളത്തിന് പുറത്താണ്. കേരളത്തിന് പുറത്ത് സഞ്ചരിച്ച് കേരളത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ ഉത്തരവാദിത്വം എന്താണ് അദ്ദേഹം നിറവേറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തോ ഒരു വാശി കേരളത്തിനോട്, ഒരു വൈരാഗ്യം കേരളത്തിനോട് കാണിക്കുന്ന വിശേഷമാണ്. നമ്മുടെ സംസ്ഥാനത്തൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്, ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടെന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? രണ്ടു പ്രാവശ്യം അദ്ദേഹം ശ്രമിക്കുകയാണല്ലോ. ലോ ആൻഡ് ഓർഡർ പ്രശ്നം എങ്ങനെയാ? വളരെയധികം നന്ദി ശ്രീ വി ശിവൻകുട്ടി.